എജോടെക് ബൈ മയൂര ക്രിയേഷൻസിന്റെ മറ്റൊരു സ്റ്റുഡന്റ് നിഖിൽ. ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ആക്ച്വലി ഞാൻ കേട്ടൊരു കാര്യം എന്താണെന്നറിയോ, നിഖില് മാർക്കറ്റിംഗ് ജോലിയാണ് ചെയ്തിരുന്നത്. മാർക്കറ്റിംഗ് ആണ് കൂടുതലായിട്ടും ഹാൻഡിൽ ചെയ്തിരുന്നത്. ആക്ച്വലി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് നമ്മളൊരു ജീവിതമാർഗമായിട്ട് കൊണ്ടുവരുന്ന ഒരു ഇതായിരുന്നു. നമുക്ക് ഇപ്പോഴാണ് നമുക്കൊരു മാർക്കറ്റിംഗ് വിട്ടിട്ട് നമ്മുടെ ഈ പാഷനായിട്ട് എഡിറ്റിംഗ് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ആ സാഹചര്യം മുതലെടുക്കാനായിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് ഇവിടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. എന്തുകൊണ്ടാണ് എജുടെക് ബൈ മയൂര ക്രിയേഷൻസ് തന്നെ തിരഞ്ഞെടുത്തത്? കാരണം ഒരുപാട് എന്താ പറയുക, സ്കൂൾസ് ഉണ്ട്, എഡ്യൂക്കേഷൻ സെന്റേഴ്സ് ഉണ്ട്. ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു വേറെ. അപ്പോൾ നമ്മുടെ കൂടെ വന്നപ്പോൾ നമ്മുടെ അനീഷേട്ടൻ, ആളെയാണ് ആദ്യം കണ്ടത്. അപ്പോൾ ആള് നമ്മളെ ഫുള്ള് കാണിച്ചു തന്നു. മയൂരയിലെ എഡിറ്റിംഗ് ടേബിളായാലും ബാക്കി ഇവിടെ ഒരുവിധത്തിൽ എല്ലാവിധ സാഹചര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് മയൂരയാണ് സെലക്ട് ചെയ്ത് വന്നത്. ഇപ്പൊ ഒരു പ്രോയെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എഡിറ്റിംഗിൽ ഞാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, കാരണം ഓരോ സമയത്ത് പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ടല്ലോ. ഇത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മള്. അപ്പോൾ പഠിക്കാനുള്ളത് നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പഠിച്ചെടുക്കാൻ നോക്കുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. എല്ലാ ഫുൾ സപ്പോർട്ട് നമുക്ക് കൊടുന്ന് തരുന്നത്. ഇപ്പോഴായാലും ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ഇപ്പോഴായാലും നമുക്ക് എപ്പോൾ വിളിച്ചാലും നമുക്ക് കൊടുത്ത കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യം, ഇവിടെ വന്ന് പഠിക്കാനുള്ള സാഹചര്യം എല്ലാം ഇപ്പൊ തന്നെ ഉണ്ട്. പിന്നെ പ്രോ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളിപ്പോ ജീവിതത്തിന്റെ പകുതിയിൽ വെച്ചിട്ടാണ് ഇവിടേക്ക് പഠിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞ അനീഷേട്ടൻ ഒരുപാട് ആളുടെ എക്സ്പീരിയൻസ് നമുക്ക് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ആളുടെ എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും ആൾ പറഞ്ഞു തരുമ്പോൾ അതൊരു പ്രചോദനമാണ്. അപ്പൊ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനമായിട്ട് തന്നെയാണ് അതിനെ കാണാൻ പറ്റുന്നത്.